ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് എക്സാമിന് സഹായകമായിട്ടുള്ള കുറച്ച് മാതൃകാ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ്. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് രാമണ്ണയാണ് ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ പത്രമേത്? കേരളത്തിലെ ആദ്യത്തെ പത്രമേത്? രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ഏത് മൂലകത്തിൻ്റെ അഭാവം മൂലമാണ് തൊണ്ടമുഴ ഉണ്ടാകുന്നത്? ഏത് മൂലകത്തിൻ്റെ അഭാവം മൂലമാണ് തൊണ്ടമുഴ ഉണ്ടാകുന്നത്? അയഡിൻ്റെ അഭാവം മൂലമാണ് തൊണ്ടമുഴ ഉണ്ടാകുന്നത്. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആര്? ജോൺ ഗുട്ടൻബർഗ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്റേ കടന്നു പോകാത്ത ലോഹം. എക്സ്റേ കടന്നു പോകാത്ത ലോഹം ലെഡ്. അടുത്ത ചോദ്യം, മഞ്ഞളിന് നിറം നൽകുന്ന രാസവസ്തു. മഞ്ഞളിന് നിറം നൽകുന്ന രാസവസ്തു കുർക്കുമിൻ. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ റോഹ, മംഗലാപുരം എന്നീ സ്ഥലങ്ങളെയാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നത് ആര്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം. താരാപൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം. 1969 അത് പ്രവർത്തനം ആരംഭിച്ചത്. ഇലക്ട്രിക് പവർ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഇലക്ട്രിക് പവർ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? വാട്ടാണ്. 1 ഫെബ്രുവരി 2024 ബജറ്റ് അവതരിപ്പിക്കാൻ നിർമ്മല സീതാരാമൻ എത്ര സമയമെടുത്തു? ഫെബ്രുവരി 1, 2024 ബജറ്റ് അവതരിപ്പിക്കാൻ നിർമ്മല സീതാരാമൻ എത്ര സമയമെടുത്തു? 56 മിനിറ്റ്. ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ തടാകം. ലോകത്തിലെ ഏറ്റവും വലിയ തടാകം കാസ്പിയൻ കടൽ. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ദഹനവ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ചെറുകുടലിൽ വെച്ച്. രക്തത്തിലെ വിഷപദാർത്ഥങ്ങളെ അരിച്ചുമാറ്റുന്ന അവയവം. രക്തത്തിലെ വിഷപദാർത്ഥങ്ങളെ അരിച്ചുമാറ്റുന്ന അവയവം വൃക്ക. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരൊക്കെ? ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരൊക്കെ? ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ. ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ. മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതി എന്നിവ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് സ്വീകരിച്ചത് ഏത് രാജ്യത്ത് നിന്നാണ്? മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതി എന്നിവ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് സ്വീകരിച്ചത് ഏത് രാജ്യത്ത് നിന്നാണ്? റഷ്യയിൽ നിന്ന്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി 1953 നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ തലവൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി 1953 നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ തലവനാണ് ഫസൽ അലി. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് 1976 42-ാം ഭേദഗതി. ഏതാണ്? 1976 42-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്
ഡോക്ടർ BR അംബേദ്കർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ് മിശ്ര. 2024 മികച്ച റിപ്പബ്ലിക് ദിന ടാബ്ലോ അവാർഡ് നേടിയ സംസ്ഥാനം. 2024 മികച്ച റിപ്പബ്ലിക് ദിന ടാബ്ലോ അവാർഡ് നേടിയ സംസ്ഥാനം ഒഡീഷ. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ചിഹ്നവും ലോഗോയും എന്ത്? 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ചിഹ്നവും ലോഗോയും എന്ത്? ഹിമപ്പുലി. അടുത്ത ചോദ്യം, ലോകത്തിലാദ്യമായി മെലാനിസ്റ്റിക് ടൈഗർ സഫാരി നിലവിൽ വരുന്നത് ഇവിടെ? ലോകത്തിലാദ്യമായി മെലാനിസ്റ്റിക് ടൈഗർ സഫാരി നിലവിൽ വരുന്നത് ഒഡീഷയിലാണ്. ചെറുകിട സംരംഭകർക്ക് ഈടില്ലാതെ വായ്പ നൽകുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതി. ചെറുകിട സംരംഭകർക്ക് ഈടില്ലാതെ വായ്പ നൽകുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതി മുദ്രാ യോജന. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഏത്? ആസ്ട്രോസാറ്റ്. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ദാദാഭായ് നവറോജി. തുടർച്ചയായി 7 ഒളിമ്പിക്സ് കളിച്ച ആദ്യ ഇന്ത്യൻ ടെന്നീസ് താരം. തുടർച്ചയായി 7 ഒളിമ്പിക്സ് കളിച്ച ആദ്യ ഇന്ത്യൻ ടെന്നീസ് താരം ലിയാണ്ടർ പെയ്സ്. സറോഗസി റെഗുലേഷൻ ബിൽ 2016 ലക്ഷ്യം വെക്കുന്നത് എന്ത്? സറോഗസി റെഗുലേഷൻ ബിൽ 2016 ലക്ഷ്യം വെക്കുന്നത് എന്ത്? വാടക ഗർഭധാരണ നിയന്ത്രണം. എന്താണ് വാടക ഗർഭധാരണ നിയന്ത്രണം? സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ. ഏതാണ്? സർവശിക്ഷ അഭിയാനാണ് എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതി. ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാടത്തെല്ലാം പുല്ല് മുളപ്പിക്കുമെന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത്. നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് കോഴിക്കോട്. കേരള നിയമസഭയിൽ അംഗമായ ആദ്യ IAS ഓഫീസർ. കേരള നിയമസഭയിൽ അംഗമായ ആദ്യ IAS ഓഫീസർ അൽഫോൻസ് കണ്ണന്താനം. ആരാണ്? അൽഫോൻസ് കണ്ണന്താനം. രാജ്യസഭാ ഉപാധ്യക്ഷനായ ആദ്യ മലയാളി. രാജ്യസഭാ ഉപാധ്യക്ഷനായ ആദ്യ മലയാളിയാണ് MM ജേക്കബ്. തെൻവഞ്ചി, ദേശിങ്ങനാട്, ജയസിംഹനാട് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം. തെൻവഞ്ചി, ദേശിങ്ങനാട്, ജയസിംഹനാട് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം കൊല്ലം. കൃഷ്ണപുരം കൊട്ടാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം ഗജേന്ദ്രമോക്ഷം. കേരളം ഭരിച്ച ഏക ക്രിസ്തീയ രാജവംശം. കേരളം ഭരിച്ച ഏക ക്രിസ്തീയ രാജവംശം വില്വാർവട്ടം രാജവംശം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ അൽബുക്കർക്ക്. ഷേർമണ്ടൽ ലൈബ്രറിയുടെ പടിക്കെട്ടിൽ നിന്ന് വീണു മരിച്ച മുഗൾ ഭരണാധികാരി. ഷേർമണ്ടൽ ലൈബ്രറിയുടെ പടിക്കെട്ടിൽ നിന്നും വീണു മരിച്ച മുഗൾ ഭരണാധികാരിയാണ് ഹുമയൂൺ. കാളയെപ്പോലെ പണിയെടുക്കൂ, സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് പറഞ്ഞത്. കാളയെപ്പോലെ പണിയെടുക്കൂ, സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് പറഞ്ഞത് അംബേദ്കർ. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് രാജ്യം ചുറ്റി സഞ്ചരിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത്. ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് രാജ്യം ചുറ്റി സഞ്ചരിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ.
ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നതും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയിയാണ് മിൻറ്റോ പ്രഭു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ശില്പി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മെക്കാളെ പ്രഭു. അടുത്ത ചോദ്യം, സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി. സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി. വികിരണം മൂലമാണ് സൗരോർജം ഭൂമിയിലെത്തുന്നത്. ജീവകം കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ. ജീവകം കെയുടെ രാസനാമമാണ് ഫില്ലോക്വിനോൺ. LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടേൻ. LPGയിലെ പ്രധാന ഘടകമാണ് ബ്യൂട്ടേൻ. പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം. പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം കാൽസ്യം. അടുത്ത ചോദ്യം, അക്കൗസ്റ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനം. അക്കൗസ്റ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കൗസ്റ്റിക്സ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, തൈറോക്സിൻ്റെ കുറവ് കാരണം കുട്ടികളിലുണ്ടാകുന്ന രോഗം. തൈറോക്സിൻ്റെ കുറവ് കാരണം കുട്ടികളിലുണ്ടാകുന്ന രോഗം ക്രെട്ടനിസം. ഏതാണ്? ക്രെട്ടനിസം. ആദ്യത്തെ ബഹിരാകാശ ടൂറിസ്റ്റ്. ആദ്യത്തെ ബഹിരാകാശ ടൂറിസ്റ്റ് ഡെന്നിസ് ടിറ്റോ. അടുത്ത ചോദ്യം, കരിമ്പിൻ ചാറിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര. കരിമ്പിൻ ചാറിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര സൂക്രോസ്. അപ്പോൾ ഏതാണ് കരിമ്പിൻ ജ്യൂസിലുള്ള പഞ്ചസാര? സൂക്രോസ് ആണ് കരിമ്പിൻ ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര. കരിമണലിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ധാതുക്കൾ. കരിമണലിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ധാതുക്കൾ ഇൽമനൈറ്റ്, മോണോസൈറ്റ്. ഇൽമനൈറ്റ് മോണോസൈറ്റുമാണ് കരിമണലിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ. പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ അപകടങ്ങൾ വരച്ചു കാട്ടുന്ന റേച്ചൽ കാഴ്സൻ്റെ കൃതിയാണ് നിശബ്ദ വസന്തം. അമേരിക്കയിലെ DDT നിരോധിക്കാൻ കാരണമായ കൃതിയും ഇത് തന്നെയാണ്. ഈ റേച്ചൽ കാഴ്സൻ്റെ നിശബ്ദ വസന്തം എന്ന് പറയുന്ന കൃതിയാണ്. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഭൂമധ്യരേഖയെ 2 തവണ മറികടന്നൊഴുകുന്ന നദി. ഭൂമധ്യരേഖയെ 2 തവണ മറികടന്നൊഴുകുന്ന നദിയാണ് ആഫ്രിക്കയിലുള്ള കോങ്കോ നദി. സമുദ്രത്തിൽ ഒരേ താഴ്ചയുള്ള ഗർത്തങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടുള്ള രേഖയാണ് ഐസോബാർസ്. ഏതാണ്? ഐസോബാർസ്. ഇന്ത്യയിലെ ആദ്യ ദേശീയ ഉദ്യാനം ജിം കോർബറ്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമായ ജിം കോർബറ്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ലോകത്താദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ച രാജ്യം. ലോകത്താദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ചത് ചൈനക്കാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം ജംഷഡ്പൂർ. രണ്ടാം അശോകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുശാന രാജാവ്. രണ്ടാം അശോകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുശാന രാജാവാണ് കനിഷ്കൻ. അടുത്ത ക്വസ്റ്റ്യൻ, നളന്ദ സർവകലാശാലയുടെ സ്ഥാപകൻ കുമാരഗുപ്തൻ. അടുത്ത ക്വസ്റ്റ്യൻ, പല്ലവ ശില്പകലയുടെ വൈദഗ്ധ്യം വിളിച്ചോതുന്ന തുറമുഖ നഗരം. പല്ലവ ശില്പകലയുടെ വൈദഗ്ധ്യം വിളിച്ചോതുന്ന തുറമുഖ നഗരം മഹാബലിപുരം. 1946 ഇന്ത്യയിൽ നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ട നഗരം. 1946 ഇന്ത്യയിൽ നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ട നഗരമാണ് മുംബൈ. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് വേണ്ടത്. ഇങ്ങനെ പറഞ്ഞത് ആര്? ശ്രീനാരായണ ഗുരു. കാവി ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത്. കാവി ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ. കേരള ചോസർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ശ്രീരാമകവി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവിയാണ് കുമാരനാശാൻ. ചന്ദ്രോപരിതലത്തിൽ ദേശീയ പതാക സ്ഥാപിച്ച ലോകത്തെ രണ്ടാമത്തെ രാജ്യം. ചന്ദ്രോപരിതലത്തിൽ ദേശീയ പതാക സ്ഥാപിച്ച ലോകത്തെ രണ്ടാമത്തെ രാജ്യം ചൈന. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാർ. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ
പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെ കടൽമാർഗ്ഗം ആദ്യമായിട്ട് കച്ചവടത്തിനെത്തിയത്. വാസ്കോഡഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം കാപ്പാട്, കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1602. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പുഴയാണ് മയ്യഴിപ്പുഴ. കേരളത്തിൽ മന്ദരോഗികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ. മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം. ഏതാണ്? ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം. മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രമാണ് ബാലൻ. കേരളത്തിലെ വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പീച്ചി. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് അവയവത്തെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്? കരൾ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് ബാരോമീറ്റർ. മനുക്കൊടി തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളിൽ ഒന്നാണ് മനുക്കൊടി തടാകം. ചന്ദനത്തിൻ്റെ സുഗന്ധമുള്ള നെല്ലിനം ഏത്? നെല്ലിനമാണ് ഗന്ധകശാല നെല്ല്. കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണമായ ബലം പ്ലവക്ഷമ ബലം. ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം? സൂര്യപ്രകാശത്തിൽ ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറമാണ് വയലറ്റ്. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 8.2 മിനിറ്റ്. 8.2 മിനിറ്റ് അഥവാ 500 സെക്കൻഡ്. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം. ക്ഷേത്രപ്രവേശന വിളംബരം. 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കുന്നതിന് സഹായിക്കുന്ന പല്ലുകൾ. ഉളിപ്പല്ല്. ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത്? ഹിമാചൽ പ്രദേശ്. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവശിഷ്ട പർവ്വതമാണ് ആരവല്ലി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദി പയ്യന്നൂർ. സാരേ ജഹാം സേ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? മുഹമ്മദ് ഇക്ബാൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് തെഹ്രി അണക്കെട്ട്. ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച വിപ്ലവം ഏത്? 1857 വിപ്ലവമാണ്. കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം. ആരാണ്? ജ്യോതി വെങ്കിടാചലം. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം 2015 ജനുവരി 1. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം ശനി. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ തൈമോസിൻ. ഏതാണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത്? തൈമോസിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.